ഇസ്ലാമോഫോബിയ വേഴ്സസ് മുസ്ലിമോഫോബിയ പാർട്ട് 3. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട ഇസ്ലാം മത വിശകലന ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥകർത്താക്കളെയുമായിരുന്നു ഇതിന്റെ കഴിഞ്ഞ പാർട്ട് 2 നമ്മൾ പരിചയപ്പെട്ടത്. ഇനി പാർട്ട് 3 നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാള ഭാഷയിൽ തന്നെ, അതായത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് മലയാളികൾക്ക് വേണ്ടി ഇസ്ലാം മത വിശകലനം നടത്തുന്ന ചിലരെയാണ്. അതായത് അതിനുള്ള തന്റേടമുള്ള, അതിനുള്ള ആത്മാർത്ഥത കാണിക്കുന്ന ചിലരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് E.A. ജബ്ബാർ എന്ന റിട്ടയർഡ് അധ്യാപകൻ. അദ്ദേഹം മലപ്പുറംകാരനാണ്. 18ാമത്തെ വയസ്സിൽ തന്നെ ഇസ്ലാമിലെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കി ഇസ്ലാം ഉപേക്ഷിച്ച ഒരു സ്വതന്ത്ര ചിന്തകനാണ്. അദ്ദേഹത്തിന് സ്വന്തമായി അദ്ദേഹത്തിന് തന്നെ പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ ചാനൽ കൂടി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് വളരെ വിജ്ഞാനപ്രദവും സൈദ്ധാന്തികവുമായ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ 100-ലധികം ക്ലാസുകൾ കേട്ടുകഴിഞ്ഞു. ജബ്ബാർ മാസ്റ്റർ വെറുതെ ചുമ്മാ വല്ല കാര്യങ്ങളും അങ്ങനെ പറയുന്ന ആളല്ല. അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിനും കൃത്യമായ തെളിവുകൾ ഇസ്ലാമിലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യവും പറയുന്നത്. അല്ലാതെ വെറുതെ മതങ്ങളെക്കുറിച്ച് ഏഷണി പറയുന്ന ആളല്ല ജബ്ബാർ മാസ്റ്റർ. എല്ലാ മലയാളികളും നിർബന്ധമായും തീർച്ചയായും കേട്ടിരിക്കേണ്ടവയാണ് ജബ്ബാർ മാഷിന്റെ ക്ലാസുകൾ. ഒരിക്കലും മുഷിപ്പിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹത്തിന് ഒരു തരം മുഷിപ്പും തോന്നിയാണ് അദ്ദേഹത്തിന്റെ ക്ലാസുകൾ കേട്ടിരിക്കുന്നത്. ഇനി മറ്റൊരു മലയാളിയാണ് ലിയാഖത്ത് അലി എന്നൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിനും ലിയാഖത്ത് അലി CM എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. സ്വന്തം പേരിലുള്ള ഈ ചാനലിൽ കൂടാതെ പ്രൗഡ് എമു എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം, പ്രൗഡ് എമു എന്ന പേരിലുള്ള വേറൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. ഈ പറഞ്ഞ 2 ചാനലുകളിലും കൂടി അവ മുഖേന ഇസ്ലാമിന്റെ വക്രത്തരങ്ങളും മനുഷ്യത്വമില്ലായ്മയെല്ലാം ലിയാഖത്ത് അലി വളരെ സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞു തരുന്നുണ്ട്. സാധാരണ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു തരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഇതുപോലെ തന്നെ ഇസ്ലാമിനെ തുറന്നു കാട്ടുന്ന മറ്റൊരു മലയാളി ചെറുപ്പക്കാരനാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന പേരിൽ അദ്ദേഹത്തിനും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് വെട്ടി തുറന്ന് യാതൊരു ഭയാശങ്കയും ഇല്ലാതെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരാളാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ. കേൾക്കാൻ ചെയ്തുള്ളവർ കേൾക്കട്ടെ, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. കേൾക്കാൻ ചെയ്തുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രം എനിക്ക് പറയാം. ഇനി മറ്റൊരാളാണ് സിനിമാ സംവിധായകൻ കൂടിയായ അലി അക്ബർ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് രാമസിംഹൻ എന്നാണ്. കാരണം അദ്ദേഹം 2021 ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുവായി രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചിരിക്കാം. അദ്ദേഹത്തിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിന്റെ പേര് മമ ധർമ്മ എന്നാണ്.
ഇസ്ലാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ യാതൊരു ഭയാശങ്കയും കൂടാതെ പച്ചയായി പറയാൻ ധൈര്യമുള്ള ആളാണ് നമ്മുടെ അലി അക്ബർ എന്ന രാമസിംഹൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയൊരു സിനിമ വന്നിട്ടുണ്ട്. അതായത് 2023 റിലീസായ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ. കേരളത്തിൽ ഇസ്ലാമിക് കാലിഫേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി വാര്യംകുന്നൻ നടത്തിയ മാപ്പിള ലഹളയാണ് ഈ സിനിമയിലെ വിഷയം. ഈ സിനിമയെ എല്ലാ മലയാളികളും കാണേണ്ടത് തന്നെയാണ്. ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയ ഇസ്ലാം മതത്തിൽ ജനിച്ച് ഇസ്ലാം എന്താണെന്ന് സ്വജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവർ അതിന്റെ വെളിച്ചത്തിൽ ഇസ്ലാമിനെ കുറിച്ച് നടത്തിയിട്ടുള്ള വിലയിരുത്തലുകളായിരുന്നു. അതായത് ഞാൻ കുറെ ഗ്രന്ഥകർത്താക്കളെ പറഞ്ഞു, പിന്നെ യൂട്യൂബ് ചാനലുകളെ കുറിച്ച്. ഇനി അതിൽ നിന്നും ഭിന്നമായി ഇസ്ലാമിനെ പുറത്തു നിന്നുകൊണ്ട് മാത്രം കണ്ടറിഞ്ഞ ഒരാളുടെ വിലയിരുത്തലുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇന്നത്തെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം വെച്ച് ഇസ്ലാമിന് പുറത്തുള്ള ഒരാളും ഇസ്ലാമിനെ വിമർശിക്കാനോ വിശകലനം ചെയ്യാനോ ധൈര്യപ്പെടില്ല. ജോസഫ് മാഷിന്റെ ഗതി വരും എന്ന പേടി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള യാതൊരു ഭയവുമില്ലാതെ ഇസ്ലാമിനെയും മുഹമ്മദിന്റെ വ്യക്തിത്വത്തെയും നിശിതമായി വിമർശിക്കുന്ന ഒരു അമുസ്ലിമുണ്ട്. അതാണ് ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന സുവിശേഷ പ്രസംഗകൻ. അദ്ദേഹത്തിന് 2 യൂട്യൂബ് ചാനലുകളുണ്ട്. ഒന്നിന്റെ പേരാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ ക്രിസ്ത്യൻ ഇസ്ലാം ഡിബേറ്റ്സ്. മറ്റൊന്നിന്റെ പേരാണ് ക്രിസ്ത്യൻ ക്ലബ് ഹൗസ് ഡിബേറ്റ്സ്. ഈ 2 ചാനലുകളും കൂടി അദ്ദേഹം വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് പറയുന്നത്. അതും കാണുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ അജ്ഞതയിൽ കഴിയില്ല. ഇസ്ലാം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകും. ഞാൻ വീണ്ടും പറയുന്നു, കേൾക്കാൻ ചെയ്തുള്ളവർ കേൾക്കട്ടെ. ഇനി നമ്മൾ കണ്ടാണ് ആയാൻ ഹിർസിയുടെ പുസ്തകങ്ങള്, തസ്ലീമ നസീമിന്റെ പുസ്തകം അത് ലജ്ജ എന്ന പുസ്തകം, പിന്നെ നമ്മുടെ റെഡ് ഹുസൈന്റെ ഇസ്ലാമിസ്റ്റ് എന്ന പുസ്തകം, പിന്നെ പ്രസിദ്ധനായ നമ്മുടെ മൊസാദ് ഹമാസിന്റെ സൺ ഓഫ് ഹമാസ്, പിന്നെ അലോം ഷാഹയുടെ പുസ്തകം, പിന്നെ ഒന്നുണ്ടായിരുന്നു റാഡിക്കൽ മാജിദ് നവാസ്. ഇങ്ങനെ ഈ എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും, പിന്നെ ഞാനിപ്പോ പറഞ്ഞ E.A. ജബ്ബാർ, മാഷേലി അക്കത്തലി, പ്രൗഢ്യമു, ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്, മാമധർമ്മ, ക്രിസ്ത്യൻ ഇസ്ലാം ഡിബേറ്റ്സ്, ക്രിസ്ത്യൻ ക്ലബ് ഹൗസ് ഡിബേറ്റ് എന്നീ ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ, നമ്മൾ ഈ പുസ്തകങ്ങളും വായിച്ച് ഈ ചാനലുകളും കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്ത് ഇസ്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വ്യക്തമായും മനസ്സിലാകും. ഇസ്ലാം അമുസ്ലിങ്ങളുടെ ഉന്മൂലനം പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാകും. ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് മനസ്സിലാകും. ഇസ്ലാം മനുഷ്യാവകാശങ്ങളെ എതിർക്കുന്നു എന്ന് മനസ്സിലാകും. മതം ഉപേക്ഷിച്ചവരെ കൊന്നുകളയാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും. ഇസ്ലാം മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് മനസ്സിലാകും. ഇസ്ലാം മറ്റ് സമുദായങ്ങളെ നിലനിൽപ്പിനെ പോലും അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ ഭയപ്പെടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല. തീർച്ചയായും ഭയം തോന്നും. ഇസ്ലാം എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഭയം ഉണ്ടാകും. അത് തെറ്റാണോ?
അതെങ്ങനെ ഫോബിയയാകും? അതായത് ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഒരു മിസ്നോമറാണ്. അതൊരു തെറ്റായ വാക്കാണ്. അങ്ങനെ ഒരു വാക്ക് ലോകത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആറ്റം ബോംബോഫോബിയ എന്നൊരു വാക്കുണ്ടാക്കിയാൽ അത് എന്തൊരു വിരോധാഭാസമായിരിക്കുമോ അതുപോലെ തന്നെ വിരോധാഭാസമുള്ള ഒരു വാക്കാണ് ഇസ്ലാമോഫോബിയ. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പലരും വാദിക്കുന്നത്. ഇസ്ലാമോഫോബിയ വേഴ്സസ് മുസ്ലിമോഫോബിയ എന്ന തർക്കം പൊതുജന സമക്ഷം, അതായത് മാധ്യമ ലോകത്ത് ചർച്ചയ്ക്ക് വന്നിട്ട് 1-2 ദിവസം മാത്രമേ നിലനിന്നുള്ളൂ. അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല എന്ന് പറയുന്നതിലും ഉചിതം ധൈര്യപ്പെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും. കാരണം ഭയം. അതെ, ഇസ്ലാം എന്ന് വാക്ക് കേട്ട എല്ലാവർക്കും ഭയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയാലും റഷ്യൻ പ്രസിഡന്റ് ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എല്ലാവർക്കും ഇസ്ലാം എന്ന വാക്ക് പറയാൻ ഭയമാണ്. ചിലർക്ക് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുള്ള ഭയമായിരിക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും പൊതുജനത്തിന്, ലോകമാസകലമുള്ള പൊതുജനത്തിന് ജീവഭയമാണുള്ളത്. എന്നിട്ടും പറയുന്നു ഇസ്ലാമിനോടുള്ള ഭയം ഫോബിയ ആണെന്ന്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയും? കഷ്ടം. നമ്മുടെ കാര്യം കഷ്ടം. ഈ ലോകത്തിൽ ഇന്നത്തെ 20-ാം നൂറ്റാണ്ടിലെ ലോക ജനതയുടെ കാര്യം കഷ്ടമാണ്. സത്യമെന്ന് പറഞ്ഞാൽ പേടിയാണ് എല്ലാവർക്കും. ഈ വിഷയത്തിന്റെ അടുത്ത എപ്പിസോഡിൽ പാർട്ട് 4 മുസ്ലിമോഫോബിയയെ കുറിച്ച് നമുക്ക് വിശകലനം